നിവിൻ പോളിയുടെ മറ്റൊരു സിനിമ തന്നെയാണ് നമ്മുടെ പി ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്ത് വരാൻ പോകുന്ന ഒരു പൊളിറ്റിക്കൽ ത്രില്ലർ കാറ്റഗറിയിൽ വരുന്ന സിനിമ. എന്തായാലും പടത്തിന്റെ റിലീസൊക്കെ മാർച്ച് വരുമെന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. എന്തായാലും അതിന്റെ ഭാഗമായിട്ട് പടത്തിന്റെ ഒരു അടിപൊളി അനൗൺസ്മെന്റ് അപ്ഡേറ്റ് തന്നെയാണ് നാളെ വരാൻ പോകുന്നത്. സിനിമയുടെ ടൈറ്റിൽ ലോഞ്ച്, അതുപോലെ തന്നെ സിനിമയുടെ ട്രെയിലർ, ടീസർ ഒക്കെ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ് നാളെ വൈകുന്നേരത്തോടെ. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് നിവിൻ പോളി, ഷർഫുദ്ദീനൊക്കെ അഭിനയിച്ച് നമ്മുടെ ബി ഉണ്ണികൃഷ്ണൻ സംവിധാനത്തിൽ വരാൻ പോകുന്ന സിനിമയ്ക്കായിട്ട്. അദ്ദേഹത്തിന് കഴിഞ്ഞ സിനിമകൾ നോക്കുകയാണെങ്കിൽ വൻ പരാജയമാണ്. എന്തായാലും ഈ ഒരു സിനിമയിൽ അദ്ദേഹത്തിന് നല്ലൊരു കംബാക്ക് ആവശ്യമാണ്. നെസ്ലന്റെ ഏറ്റവും പുതിയ സിനിമയാണ് മോളിവുഡ് ടൈംസ് എന്ന് പറഞ്ഞ സിനിമ. പടം സംവിധാനം ചെയ്യുന്ന വേറെ ആരുമല്ല, നമ്മുടെ വിനീത് ശ്രീനിവാസനായിട്ട് ഡയറക്ഷൻ ചെയ്തൊരു സിനിമയാണ് നമ്മുടെ മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റ്സ് എന്ന് പറഞ്ഞ സിനിമ. അതേ ഡയറക്ടർ തന്നെയാണ് നമ്മുടെ അഭിനവ് സുന്ദർ നായക് ഡയറക്ഷൻ ചെയ്ത് വരുന്ന നമ്മുടെ നെസ്ലന്റെ മോളിവുഡ് ടൈംസ് എന്ന് പറഞ്ഞ സിനിമ ഈ വരുന്ന മെയ് മാസം 14 തീയതിയാണ് തിയേറ്റർ റിലീസ് പ്ലാൻ ചെയ്യുന്നത്. ജെയ്ക്സ് വിജയ് ആണ് സിനിമയിൽ മ്യൂസിക് കമ്പോസ് ചെയ്യുന്നത്. എന്തായാലും കാത്തിരിക്കാം നമുക്ക് പടത്തിന്റെ റിലീസിനായിട്ട്. എന്തായാലും മെയ് മാസം 14 തീയതിയാണ് പടം റിലീസ് ചെയ്യുന്നത്. പടത്തിന്റെ ഭാഗത്ത് പുതിയൊരു പോസ്റ്റർ പുറത്തിറങ്ങിയിട്ടുണ്ട്. മറ്റൊരു അപ്ഡേറ്റ് ആണ് നമ്മുടെ ലാലേട്ടൻ തൊരൺമൂർത്തി വീണ്ടും ഒരു കൊളാബറേഷൻ തന്നെയാണ് ഒരു പോലീസ് സിനിമയില്. എന്തായാലും നമ്മുടെ ലാലേട്ടന്റെ 366ാമത്തെ സിനിമേന്റെ ആദ്യ ഷെഡ്യൂൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് കുറച്ച് സ്റ്റില്ല് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ലൊക്കേഷനിൽ കാണുന്ന. അത് മാത്രമല്ല, ഇന്നലെ നമ്മുടെ മീര ജാസ്മിന്റെ പിറന്നാൾ ദിനമായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ലാലേട്ടിന്റെ 366ാമത്തെ സിനിമയിലെ മീര ജാസ്മിന്റെ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ അങ്ങനെ റിവീൽ ആയിരിക്കുകയാണ്. എന്തായാലും പടത്തിലോട്ട് നമ്മുടെ ലാലേട്ടിന്റെ കൂടെ മീര ജാസ്മിനും അഭിനയിക്കുന്നുണ്ട്. അത് മാത്രമല്ല, നമ്മുടെ ലാലേട്ടിന്റെ ഒരു സിനിമയിൽ ലാസ്റ്റ് മീര ജാസ്മിനെ കണ്ട് നമ്മുടെ ഹൃദയപൂർവ്വം എന്ന സിനിമയിൽ ഒരു ഗ്ലിംസ് ആയിട്ടായിരുന്നു. എന്തായാലും തരുൺമൂർത്തി ഫാൻ ബോയ് ഐറ്റം തന്നെയാണ് വരാൻ പോകുന്നത്. കാത്തിരിക്കാം നമുക്ക്. മറ്റൊരു സിനിമയാണ് ദൃശ്യം എന്ന സിനിമയുടെ 3ാം ഭാഗം. പടത്തിന്റെ ഒരു ഫാമിലി പോസ്റ്റർ പുറത്തിറങ്ങിയിരിക്കുകയാണ്. എല്ലാവരും നല്ല സന്തോഷിച്ചിരിക്കുകയാണ് നമ്മുടെ വരുണിനെ കത്തിച്ച് കളഞ്ഞിട്ട്. എന്തായാലും പടത്തിന്റെ പോസ്റ്റർ പരിശോധിക്കുകയാണെങ്കിൽ മീന, അതുപോലെ തന്നെ എസ്തർ അനിൽ, അനിഷ ഹസൻ, ആശ ശരത്ത്, സിദ്ദിഖ് എന്നിവരൊക്കെയാണ് പടത്തിന്റെ കാസ്റ്റ് കാണാൻ സാധിക്കുന്നത്. മ്യൂസിക് നമ്മുടെ അനിൽ ജോൺസൺ ആണ്. നമ്മുടെ റോന്ത് സിനിമയാണ് അദ്ദേഹത്തിന് കഴിഞ്ഞ മ്യൂസിക് ഡയറക്ഷൻ വേറെ ആരുമല്ല, നമ്മുടെ ജിത്തു ജോസഫ് തന്നെയാണ്. ഏപ്രിൽ മാസം 2 തീയതിയാണ് സിനിമ വേൾഡ് വൈഡ് റിലീസ് പ്ലാൻ ചെയ്യുന്നത്. കേൾക്കാൻ സാധിക്കുന്നത് നമ്മുടെ ഒരു മലയാളം പകർപ്പും ഹിന്ദി പകർപ്പും സിനിമയുടെ സ്റ്റോറീസ് നല്ല മാറ്റം ഉണ്ടെന്നാണ് കേൾക്കാൻ സാധിക്കും സിനിമയുടെ 3rd പാർട്ടില്. മറ്റൊരു സിനിമയുടെ അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ശിവകാർത്തികേയന്റെ 26ാമത്തെ സിനിമയുടെ ടൈറ്റിലും അതുപോലെ തന്നെ ആദ്യ ലുക്കും പുറത്തുവിട്ടിരിക്കുകയാണ്. തിരക്കഥയും അതുപോലെ തന്നെ സംവിധാനം ശിവകുമാർ മുരുകേശനാണ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ തായ്ക്കളവി സിനിമയുടെ സംവിധായകൻ. മ്യൂസിക് നമ്മുടെ സന്തോഷ് നാരായണാണ്. എന്തായാലും ശിവകാർത്തികേയന്റെ ഒരു വ്യത്യസ്തമായ ഗെറ്റപ്പ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് അദ്ദേഹത്തിന്റെ സിയോൺ എന്ന് പറഞ്ഞ പുതിയ സിനിമയിൽ. എന്തായാലും നമ്മുടെ അമരൻ സിനിമയ്ക്ക് ശേഷം മറ്റൊരു കൊളാബറേഷൻ തന്നെയാണ് ഈ പ്രൊഡക്ഷൻ ഹൗസ് ആയിട്ട്. കാത്തിരിക്കാം നമുക്ക് പടത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട്. നമ്മുടെ ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻ ഹൗസ് നിർമ്മിക്കാൻ പോകുന്ന 20ാമത്തെ സിനിമയുടെ ഷൂട്ടിംഗ് എന്ന് ആരംഭിക്കാൻ പോവുകയാണ്. അതും നമ്മുടെ സംഗീത് പ്രദീപും അതുപോലെ തന്നെ മമിത ബൈജു ആയിട്ടുള്ള ഈ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് ഏപ്രിൽ മാസം 20 തീയതി സ്റ്റാർട്ട് ചെയ്യുമെന്ന് കേൾക്കുന്നുണ്ട്. റൂമർ തന്നെയാണ്. ഡയറക്ഷൻ നമ്മുടെ ഡിനോയിത് പൗലോസ് ആണ്. ഒരു റൊമാൻറ്റിക് കോമഡി സിനിമ എന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. എന്തായാലും കാത്തിരിക്കാം നമുക്ക് ഏപ്രിൽ മാസം 20 തീയതി പടത്തിന്റെ ഷൂട്ടിങ്ങിനായിട്ട്. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ സൂര്യയുടെ 46ാമത്തെ സിനിമയുടെ അപ്ഡേറ്റ് തന്നെയാണ്. സൂര്യയുടെ 46ാമത്തെ സിനിമ സത്യം പറഞ്ഞാൽ കുറച്ച് ഡിലേ ആവും. കാരണം നിലവിൽ നമ്മുടെ കറുപ്പ് സിനിമയാണ് ഏപ്രിൽ മാസം റിലീസ് പ്ലാൻ ചെയ്യുന്നത്. കാരണം ഇലക്ഷൻ കാരണം പടത്തിന്റെ റിലീസ് കുറച്ച് നീട്ടിപ്പോയിട്ടുണ്ട്. അതുകൊണ്ട് ഇലക്ഷൻ കഴിഞ്ഞിട്ടായിരിക്കും പടത്തിന്റെ റിലീസ് വരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു പടത്തിന്റെ റിലീസ് കഴിഞ്ഞിട്ട് 3-4 മാസം കഴിഞ്ഞിട്ടായിരിക്കും സൂര്യയുടെ 46ാമത്തെ സിനിമേന്റെ റിലീസ് വരാൻ പോകുന്നത്. എന്തായാലും കുറച്ച് ഗ്യാപ്പ് ഉണ്ടാവും. എന്തായാലും പടം എന്തായാലും ഒരു ഏപ്രിൽ 10 നമ്മുടെ കറുപ്പ് വരും. ഒരു ജൂലൈ ഓഗസ്റ്റ് ലാസ്റ്റ് ആകുമ്പോഴേക്കും പടത്തിന്റെ ഷൂട്ടിങ്ങും കംപ്ലീറ്റ് ആയിട്ട് പടം റിലീസിനും വരും. എന്തായാലും കാത്തിരിക്കും നമുക്ക് ഈ ഒരു സിനിമയ്ക്കായിട്ട്. പടത്തിന്റെ കഥ കണ്ടിട്ട് നമ്മുടെ മമിത ബൈജു അതുപോലെ തന്നെ നമ്മുടെ സൂര്യണ്ണനായിട്ട് ഈ ഒരു സിനിമയിൽ എന്തോ ഒരു ഏജ് ഡിഫറൻസ് ആയിട്ടാണ് ഈ ഒരു സിനിമയുടെ ലവ് സ്റ്റോറി വരാൻ പോകുന്നത്. കാത്തിരിക്കാം നമുക്ക്. നേരെ ചൊവ്വയിലോട്ട് അല്ലെങ്കിൽ നേരെ ചൊവ്വ എന്ന് പറഞ്ഞൊരു സിനിമ പുറത്തിറങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിൽ പടത്തിന്റെ ആദ്യ ലുക്ക് പുറത്തു വന്നിരിക്കുകയാണ്. ഹൗ ഓൾഡ് ആർ യു കോമ്പോനേഷൻ വീണ്ടും നമ്മുടെ കുഞ്ചാക്കോ ബോബൻ മഞ്ജു വാര്യർ കോംബോ വീണ്ടും വരാൻ പോവുകയാണ്. എന്തായാലും പടത്തിന് നേരെ ചൊവ്വ എന്നാണ് പേരിട്ടിരിക്കുന്നത്. നേരെ അങ്ങോട്ട് മാർസിലോട്ട് അല്ലെങ്കിൽ ചൊവ്വ ഗ്രഹത്തോട്ട്. എന്തായാലും ഡെബ്യൂട്ട് ആയ ഒരു സംവിധായകനായ രഞ്ജിത്ത് വർമ്മയാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. നായികയായിട്ട് നമ്മുടെ മഞ്ജു വാര്യറാണ്. ഒരു സയൻസ് ഫൈ കോമഡി എന്റർടൈനർ ആയിട്ടാണ് ഈ സിനിമ വരുന്നത്. നമ്മുടെ നിതേഷ് സഹദേവ് ആണ് ഈ സിനിമയുടെ ക്രിയേറ്റീവ് ഡയറക്ടർ. എന്തായാലും സിനിമ ഈ വർഷം തന്നെ റിലീസ് ചെയ്യുമെന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. കാത്തിരിക്കാൻ നമുക്ക് നേരെ ചൊവ്വ എന്ന് പറഞ്ഞ സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട്. അടുത്ത അപ്ഡേറ്റ് ജനനായകന്റെ റിലീസ് അപ്ഡേറ്റ് തന്നെയാണ്. തലപതി ആരാധകർക്ക് വലിയൊരു ദുഃഖകരമായ അപ്ഡേറ്റ് തന്നെയാണ്. പടം ഇലക്ഷൻ കഴിഞ്ഞിട്ട് റിലീസ് ആകുമെന്ന് ഓൾമോസ്റ്റ് കൺഫേം ആയിരിക്കുകയാണ്. സിനിമേന്റെ കന്നഡയിൽ റിലീസ് കന്നഡയല്ല, കാനഡയിലോട്ട് റിലീസിന് കൊണ്ടുവരുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആയ യോർക്ക് സിനിമാസ് കൺഫേം ആക്കിയിരിക്കുകയാണ് പുതിയൊരു സ്റ്റേറ്റ്മെന്റിലൂടെ. പടം ഏപ്രിൽ 30 ആവാതെ പടം റിലീസ് ചെയ്യത്തില്ലെന്നാണ്. അതോടെ ഓൾമോസ്റ്റ് കൺഫേം ആയിട്ടുണ്ട് പടം റിലീസ് ചെയ്യത്തില്ലെന്ന്. ഇപ്പൊ എല്ലാ ഓവർസീസിലെ സിനിമയുടെ ടിക്കറ്റിന്റെ ഒക്കെ ബുക്കിംഗ്സിന്റെ ഒക്കെ റീഫണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും പടം ഏപ്രിൽ 30 കഴിയാതെ റിലീസ് ചെയ്തില്ലെന്ന് ഓൾമോസ്റ്റ് കൺഫേം ആയിരിക്കുകയാണ്.
അടുത്ത അപ്ഡേറ്റ് പരിശോധിക്കുകയാണെങ്കിൽ നമ്മുടെ വിക്രം ധ്രുവിക്രം എന്നിവർ അഭിനയിച്ച ഒരു തമിഴ് സിനിമയാണ് മഹാൻ എന്ന് പറഞ്ഞ സിനിമ. നമ്മുടെ കാർത്തിക് സുബരാജാണ് സിനിമ സംവിധാനം ചെയ്തത്. സിനിമയുടെ സെക്കൻഡ് പാർട്ട് അണിയറയിൽ ഒരുങ്ങാൻ പോവുകയാണ്. സിനിമ അടുത്ത വർഷം അല്ലെങ്കിൽ 2028 സിനിമ തിയേറ്റർ റിലീസ് പ്ലാൻ ചെയ്യുന്നത്. എന്തായാലും കാത്തിരിക്കാം നമുക്ക് പടത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട്. അടുത്ത അപ്ഡേറ്റ് പരിശോധിക്കുകയാണെങ്കിൽ നമ്മുടെ മോഹിനി ആട്ടം എന്ന സിനിമ വരാൻ പോവുകയാണ്. ഭരതനാട്യം എന്ന് പറഞ്ഞ നമ്മുടെ സൈജു കുറുപ്പ് നിർമ്മിച്ച സിനിമയുടെ സെക്കൻഡ് പാർട്ടായിട്ടാണ് ഈ ഒരു സീക്വൽ ആയിട്ടാണ് ഈ ഒരു സിനിമ വരാൻ പോകുന്നത്. ഒരു കോമഡി റിലീസാണ്, അല്ലെങ്കിൽ ഒരു കോമഡി സിനിമ എന്നാണ് കേൾക്കാൻ സാധിക്കും. സിനിമ ഈ വർഷം സമ്മറിനാണ് റിലീസ് പ്ലാൻ ചെയ്യുന്നത്. നമ്മുടെ കൃഷ്ണദാസ് മുരളി എന്ന് പറഞ്ഞ ആളായിരിക്കും സിനിമ സംവിധാനം ചെയ്യാൻ പോകുന്നത്. എന്തായാലും കാത്തിരിക്കും നമുക്ക് മോഹിനിയാട്ടം എന്ന സിനിമയ്ക്കായിട്ട്. എന്തായാലും പടത്തിന്റെ ഭാഗത്ത് നിന്ന് ആദ്യ ലുക്ക് പുറത്തു വന്നിരിക്കുകയാണ്. അടുത്ത അപ്ഡേറ്റ് പരിശോധിക്കുകയാണെങ്കിൽ നമ്മുടെ അർജുൻ അശോകൻ, റോഷൻ മാത്യു എന്നിവർ അഭിനയിച്ച ചത്തപ്പാച്ച സിനിമയുടെ OTT അപ്ഡേറ്റ് തന്നെയാണ്. പടം അങ്ങനെ OTT റിലീസ് പോവുകയാണ്. വലിയൊരു എമൗണ്ട് തന്നെയാണ് നെറ്റ്ഫ്ലിക്സ് പടത്തിന്റെ OTT റൈറ്റ്സ് മുടക്കിയിരിക്കുന്നത്. ഇതിന് ഫെബ്രുവരി മാസം 19 പടം OTT റിലീസിന് പോകുന്നത്. മലയാളം, ഹിന്ദി, തമിഴ്, കന്നഡ, തെലുങ്ക് ഭാഷയിലായിട്ടായിരിക്കും പടം OTT റിലീസ് ചെയ്യാൻ പോകുന്നത്. എന്തെങ്കിലും കാത്തിരിക്കാൻ നമുക്ക് നമ്മുടെ അർജുൻ അശോകൻ, റോഷൻ മാത്യു അഭിനയിച്ച ചത്തപ്പാച്ച സിനിമയുടെ OTT റിലീസിനായിട്ട്. എന്തായാലും നെറ്റ്ഫ്ലിക്സ് ആയതുകൊണ്ട് തന്നെ സിനിമയ്ക്ക് വലിയൊരു ഗ്ലോബലായ റീച്ച് കിട്ടാൻ നല്ല ചാൻസ് കാണുന്നുണ്ട്. കാരണം ഇന്ത്യനെ റെപ്രസെന്റ് ചെയ്ത് വരുന്ന ആദ്യത്തെ ഒരു WWE ബേസ് ചെയ്ത് വരുന്ന ജേണറിൽ വരുന്ന ഇന്ത്യൻ സിനിമയും കൂടിയാണ്. കാത്തിരിക്കാം നമുക്ക്.